ഹലോ ഫ്രണ്ട്സ്, നമുക്കൊന്ന് എടപ്പള്ളി മുതൽ നമുക്ക് പാറു വരെയുള്ള NH 66 ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഒന്ന് കണ്ടാലോ? അപ്പോൾ നമുക്ക് കാണാം. ഹലോ ഫ്രണ്ട്സ്, ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് NH 66 ലേറ്റസ്റ്റ് അപ്ഡേഷനാണ് എടപ്പള്ളി മുതൽ പാറു വരെയുള്ളത്. അപ്പോൾ നമുക്ക് കാണാം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് എടപ്പള്ളി കുന്നുംപുറമാണ്. ആക്ച്വലി ഇവിടെ ഒരു നല്ലൊരു ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ്ലി പൊളിച്ച് മാറ്റി. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ചെറിയ ഇടവഴിയാണ്. നാളെ ഈ ഇടവഴി ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് ആ പഴയ കാഴ്ചകളും ലേറ്റസ്റ്റ് അപ്ഡേറ്റും കൂടി കാണാം. എന്തായാലും ഇവിടെ ഒരുവിധം ഓൾമോസ്റ്റ് വർക്ക് ആയിട്ടുണ്ട്. നമ്മുടെ പ്രീവിയസ് എപ്പിസോഡിൽ അതിനെപ്പറ്റിയുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡ് കാണുന്ന പാറമൊന്നും ഇനി ഉണ്ടാകത്തില്ല കേട്ടോ. അതൊക്കെ ഇന്നൊരു പഴയ ഓർമ്മയിൽ നിൽക്കും. പിന്നെ നമ്മുടെ വീഡിയോയിലും ഉണ്ടാവും. എന്തായാലും ഇവിടുത്തെ വേസ്റ്റ് ഇടുന്നത് ഒരു പഞ്ഞവും ഇല്ലാതെ റോഡ് നിറച്ചും വേസ്റ്റാണ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് എടപ്പള്ളി കുന്നുംപുറത്താണ്. എൻ്റെ പൊന്നെ കണ്ട വേസ്റ്റൊക്കെ ഇട്ട് കത്തിക്കണമെന്ന് പറഞ്ഞിട്ട് വെറുതെ അല്ല, നമ്മുടെ കൊച്ചേരി ആസ്മ പേഷ്യൻ്റ് ആകാൻ ചാൻസ് കൂടുതൽ. നോക്കി നിറച്ചും വേസ്റ്റാണ്. ദയവേത് ഇങ്ങനെ ഒന്ന് വേസ്റ്റ് ഇടല്ലേ പ്ലീസ്. റിക്വസ്റ്റ് ആണ് എല്ലായിടത്തും നിന്ന് വേസ്റ്റ് ഡീകമ്പോസ് ചെയ്യാനുള്ള സംഭവം ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പം നമ്മളിതാ ഒരു തോട് കിടക്കുകയാണ്. ആക്ച്വലി തോടല്ല, നമ്മുടെ കേരളത്തിലെ നമ്പർ 1 റോഡാണ് നമ്മൾ കിടക്കുന്നത്. നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു ജമാണ്ടം വീടുണ്ടായിരുന്നു. ആ വീടൊക്കെ കംപ്ലീറ്റ്ലി പൊളിച്ചു മാറ്റി. അപ്പോൾ അടുത്ത് തന്നെ പണിയൊന്നും ഉണ്ട് അപ്പുറത്തെ വീട്ടിൽ. പിന്നെ അവരുടെ വീടാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം നമ്മളിത് പണ്ടത്തെ എടപ്പള്ളീൻ്റെ ROB ഭാഗത്തോട് തിരിയാനാണ് നമ്മൾ പോകുന്നത്. ഈ ഭാഗത്തായിരുന്നു ഒരു വീടുണ്ടായിരുന്നു വെച്ചത്. നല്ല ഹെവി വീടായിരുന്നു, അത് പൊളിച്ചു മാറ്റി. ഇപ്പം അപ്പുറത്ത് വേറെ വീട് പണിയൊന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് വെയിറ്റൊക്കെ വെക്കുന്നുണ്ടേ. നമ്മുടെ പുതിയ കമ്പിയൊക്കെ ആയിട്ടുണ്ട്, പുതിയ പാലത്തിനുണ്ട്. അതിൻ്റെ പുതിയ എടപ്പള്ളി ROB കൊണ്ടുള്ള കമ്പിയൊക്കെ ആയിട്ടുണ്ട് ഇവിടെ. അപ്പം നമുക്ക് ഇനി അപ്പുറം സൈഡൊന്നും പോയി കാണാം കേട്ടോ. ആക്ച്വലി നമ്മൾ ഓർത്തിട്ട് ഇതിൽ വരാൻ പറ്റുന്നു, പക്ഷെ വരാൻ പറ്റിയായിരുന്നു. കണ്ട കമ്പിയൊക്കെ ആക്കണത്. എന്നാലും ഇതിൽ സ്പീഡിൽ തന്നെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി അപ്പുറം സൈഡൊന്നും പോയി കാണാം. അപ്പോൾ ഇവിടെ നമ്മൊന്ന് സ്കിപ്പ് ചെയ്യുവാണേ, അതിൻ്റെ അടിയിലൂടെ പോവാം. അപ്പം നമ്മളിത് എടപ്പള്ളീൻ്റെ അടിഭാഗത്തേക്ക് എത്തിക്കണേ. കണ്ട അപ്പുറം സൈഡെത്തി. ആക്ച്വലി റെയിലിൻ്റെ അപ്പുറം കാണുന്നില്ല, റെയിൽ ഇപ്പുറം തന്നെയാണ്. ഇവിടെ ഒത്തിരി പില്ലറുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. താഴെയൊക്കെ ഗ്രൈൻഡർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള വർക്കേഴ്സ് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അവരുടെ ഷെഡൊക്കെ കൂടെ കാണാൻ പറ്റും. കണ്ട ആ ഷെഡ് കണ്ട ലെഫ്റ്റ് സൈഡിൽ തന്നെയായിട്ട്. എന്തായാലും ഇവിടെ സമ്മതിച്ചു തന്നു. കാരണം നമുക്ക് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടിനൊക്കെ ശരിക്കും നമ്മൾ ഒരു ബിഗ് ആയിട്ടൊരു സല്യൂട്ട് ചെയ്യണം. അപ്പം നമ്മൾ എടപ്പള്ളി എടപ്പള്ളി ROBൻ്റെ പുതിയ അപ്ഡേറ്റ് കണ്ടു നേരെ നമ്മ പറവൂർ ഭാഗത്തോട്ട് പോവുകയാണ്. അപ്പം നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. പക്ഷെ ഇവിടുത്തെ പൊടിശല്യം ഒരു രക്ഷയില്ല, അന്യായ പൊടിയാണ്. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന പഴയ റോഡാണ്. കണ്ട NH 66 പുതിയ ഫ്ലൈ ഓവറുള്ള സംഭവങ്ങളാണ് കാണുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ പറവൂർ ഭാഗത്തോടെയാണ്. ആക്ച്വലി ലെഫ്റ്റ് സൈഡിൽ തന്നെ നോക്കി കണ്ട NH 66 അപ്ഡേഷൻ, ന്യൂ അപ്ഡേഷനാണ്, ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. ചില ഭാഗത്തൊക്കെ നല്ല സ്പീഡിൽ വർക്ക് ആകുന്നുണ്ട്, ചില ഭാഗത്തൊന്നും ആവുന്നില്ല. പിന്നെ ഒത്തിരി ലോറീസൊക്കെ നമുക്ക് കാണാൻ പറ്റും, ട്രക്കുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മുടെ കേരളത്തിലെ നട്ടലായിരിക്കും. ആദ്യത്തെ 600 കിലോമീറ്റർ പ്ലസ് അങ്ങനെ ഉണ്ടല്ലോ ഇതിൻ്റെ നീളം വന്നത്, തിരുവനന്തപുരം കാസർഗോഡ് വരെ. ആക്ച്വലി നമുക്ക് മുമ്പേ വരെ പോകാൻ പറ്റുന്ന ഈസിയസ്റ്റ് വേ ആയിരിക്കണം വരുന്നത്. അപ്പം നമ്മളിത് ലെഫ്റ്റ് സൈഡിലേക്ക് കണ്ട ചില ഭാഗത്തൊക്കെ ടാറിങ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ കണ്ട. എന്താ ഇതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനിയും വരുന്നത് അപ്ഡേറ്റ് ചെയ്യും. ആക്ച്വലി എനിക്ക് തിരുവനന്തപുരം തന്നെ കാസർഗോഡ് തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും മാക്സിമം ഞാൻ അതിനോട് ട്രെയിൻ ചെയ്തിരിക്കും. ഒരു രക്ഷയില്ല, പൊളി എന്ന് പറഞ്ഞാൽ പൊടിയാണ് കാണാൻ. പക്ഷേ പൊടി ശല്യമാണ് മോനെ സഹിക്കാൻ പറ്റാത്തത്. കട്ടപ്പൊടി എന്ന് പറഞ്ഞാൽ കട്ടപ്പൊടിയാണ്. ദയവായി പൊടിയില്ലാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ കൊച്ചിയുള്ള എല്ലാ ആൾക്കാർക്കും ആസ്മ പേഷ്യൻ്റ് ആകാൻ ചാൻസ് കൂടുതലാണ്. ആണ് ഇവിടെ ടാറുണ്ട് കണ്ട, പോസ്റ്റ് മാറ്റാതെ ഇവിടെ ടാർ ചെയ്തേക്കണം. അതാണ് ഏറ്റവും വലിയ കോമഡി. അപ്പം നമ്മളിത് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കൂടി ഇത് ജോയിൻ്റ് ആകുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കാണുന്ന റോഡിന് ഭാവിയിലെ ഓർമ്മകൾ പിന്നെ നമ്മുടെ വീഡിയോയിൽ മാത്രം. ഇപ്പം നമ്മളിത് തിരിച്ച് വീണ്ടും ആ ഭാഗത്തുനിന്ന് കറങ്ങുകയാണേ. ആക്ച്വലി സ്റ്റോപ്പിൻ്റെ പേരും അറിയത്തില്ല, എന്നാലും പറവൂർക്ക് പോകുന്ന റൂട്ടാണ് അറിയാം. കണ്ട ഇവിടെ NH 66 പുതിയ ഫ്ലൈ ഓവറുള്ള സംഭവം ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കയറുമ്പോൾ NH 66 സർവീസ് റോഡാണ്. അപ്പോൾ നല്ല രീതിയിൽ മാറ്റം വരും. പിന്നെ ഈ ഇലക്ട്രിക് ലൈനൊന്നും മാറ്റുന്നില്ല, അതാണ് നമുക്ക് മനസ്സിലാകാത്തതാണ്. അതിന് മുമ്പ് തന്നെ വർക്ക് നടക്കുന്നുണ്ട്. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിക് ലൈനൊക്കെ മാറ്റിയിട്ടുണ്ട് ഈ വർക്കൊക്കെ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ട ഒരു
എന്തായാലും നമ്മുടെ NH66 പൊളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ കാണുന്ന ഈ ഇലക്ട്രിക് ലൈനൊക്കെ ഒന്ന് മാറ്റും പ്ലീസ്. എന്നിട്ട് ടാറിങ് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ അവസാനം ഇനി ടാർ ചെയ്തതുകൊണ്ടാണ് ഇനി പോസ്റ്റ് മാറണം എന്നുണ്ടെങ്കിൽ വെറും കോമഡി ആയി പോകണ്ട. നിങ്ങൾ നോക്കുക കണ്ടോ, എനിക്കതാണ് ചിരി വരുന്നത്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് യാതൊരു ഐഡിയയും ഇല്ല. ചിലപ്പോൾ ഇനി സൈഡിലെ സർവീസ് റോഡ് ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ലൈനൊക്കെ മാറ്റുമായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ NH66 എന്നുള്ള പേര് മാത്രമേ ഉണ്ടാകത്തുള്ളൂ എല്ലായിടത്തും ലൈൻ. അപ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ ചെറിയ ഫ്ലൈ ഓവറിൻ്റെ പാലങ്ങളുടെ വർക്കൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആക്ച്വലി ജംഗ്ഷനില്ലാത്ത ഭാഗത്തൊക്കെ എന്തിനാണ് ഫ്ലൈ ഓവർ എന്നുള്ളത് മനസ്സിലാവുന്നില്ല. കണ്ടു നോക്കി, ഇതെന്തായാലും നമ്മൾ താഴോട്ട് പോകുന്ന പണ്ടത്തെ റോഡാണ്. ആക്ച്വലി ആ റോഡ് ഇപ്പം മനസ്സിലാവുന്നില്ല, ശരിക്കും മാറിപ്പോയി. ശരിക്കും നേരെ ഉണ്ടായ റോഡാണ്, ഇപ്പോൾ തിരിഞ്ഞ് വളഞ്ഞു കൊണ്ടൊരു അവസ്ഥയായി. കണ്ട ജമണ്ടം പാലം ഉണ്ടോ, ജമണ്ടം പാലം. ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതായാൽ മതിയായിരുന്നു, അതാണ് മെയിനായിട്ട് വേണ്ടത്. അങ്ങനെ നമ്മളിതാ നേരെ ഇനി അടുത്ത സൈഡിലോട്ട് പോകുകയാണ്. വേണ്ട, അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പം നമ്മളുടെ തിരുമുപ്പം ഭാഗത്താണ്. ആക്ച്വലി ഇവിടെയൊക്കെ വർക്ക് ആരംഭിക്കുന്നുണ്ട്. കണ്ട പുതിയ ഇവിടെ ഫ്ലൈ ഓവർ, പക്ഷേ അതൊരു ജംഗ്ഷനല്ല. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇതിൻ്റെ പഴയ എപ്പിസോഡ് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ തന്നെ ഉണ്ട്. ഈ NH66 വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള വീഡിയോ നമ്മുടെ ചാനലുണ്ട്. എന്തായാലും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ദയവായി നിങ്ങളൊന്ന് കാണണമെന്ന് അപേക്ഷിക്കുന്നു. ആക്ച്വലി കോമഡിയാണ്. ആ ഗ്രൈൻഡറിൽ ഒരു നമ്മുടെ പോസ്റ്റർ ഒടിച്ചാണത്, അതൊരു കോമഡി. അപ്പോൾ നമ്മളിപ്പോഴത്തെ ചാനൽ സിഗ്നൽ പത്ത് തീരണ്ടേ. എൻ്റെ അമ്മ ഇവിടുത്തെ ബ്ലോക്കും പൊടിയും സഹിക്കാൻ പറ്റാനില്ല, ഒരു രക്ഷയില്ല. പിന്നെ ചൂടും പറയാൻ വേണ്ട, അത്രയൊക്കെ കട്ട ചൂടുമാണ്. അങ്ങനെ സീനിൽ കുറച്ച് നമ്മൾ കിടക്കുകയാണേ, ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മളിതാ സിഗ്നൽ അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് സിഗ്നൽ അരിഞ്ഞു. ഇവിടുത്തെ ഫ്ലൈ ഓവറാണ് മെയിനായിട്ട് യൂസ്ഫുൾ ആയില്ല എങ്കിൽ പണിപ്പാളും. ഇവിടുന്ന് സ്റ്റാർട്ടായിട്ട് ആ കുന്നുംപുറം ജംഗ്ഷൻ അപ്പുറം വന്ന് എൻ്റെ ഏതാ മാത്രമേ ഈ ഏരിയയിലെ ബ്ലോക്ക് ക്ലിയർ ആകത്തുള്ളൂ. അങ്ങനെ നമ്മളിതാ കുന്നുംപുറം ഭാഗത്തോട്ട് പോവുകയാണ്. എന്തായാലും ഇത് ഇത്തിരി സ്പീഡിൽ തന്നെ കംപ്ലീറ്റ് ആവുന്നുണ്ട്. കാരണം സാധാരണ കേരള ഗവൺമെൻറ് അല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു, നമ്മുടെ കേന്ദ്ര സർക്കാർ ആയതുകൊണ്ടാണ് ഇത്ര സ്പീഡിലായിരുന്നു വർക്ക് കംപ്ലീറ്റ് ആവുന്നത്. അല്ലെങ്കിൽ ഇവിടെ കിടക്കലുണ്ടാകത്തുള്ളൂ. കാരണം സീപോർട്ട് എയർപോർട്ട് ഓടി ഇപ്പോൾ ഏതാണ്ട് ഗണപതി കല്യാണം പോലെ കൊല്ലത്തിൽ 1-2 ദിവസം മാത്രമാണ് പഠിക്കാനെ കാണാറുള്ളത്. അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ പോകുന്നത് എടപ്പള്ളി ഭാഗത്തേക്കാണ്. അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലൊക്കെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. പ്രശ്നം അതല്ല, ഈ പൊടി ശല്യം ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങളൊരു മാസ്ക് വെച്ച് പോകണമെങ്കിൽ ഇതിലെ നല്ലത്, അല്ലെങ്കിൽ നിങ്ങളൊരു ആസ്മ പേഷ്യൻ്റ് ആകാൻ ചാൻസ് കൂടുതലുമാണ്. ഭയങ്കര കട്ടപ്പൊടി എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടപ്പൊടി. മഴ സമയത്താണെങ്കിൽ നല്ല കട്ട ചെളിയുമാണ്. അതാണ് ഏറ്റവും വലിയ തൊല്ല. അപ്പം നമ്മളിത് ചേർന്നൊരു ഭാഗത്ത് എവിടെ കൊണ്ടൊക്കെ എത്തിയിട്ടുണ്ടേ. എന്തായാലും ഈ റോഡൊന്ന് കംപ്ലീറ്റ് ആകാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ആകണമെന്ന് അപേക്ഷിക്കുന്നു. എങ്കിൽ പിന്നെ ഇനി എത്ര ടോൾ പാസ് ഉണ്ടാവുമെന്ന് കണ്ടാലും ഒരു 11 ടോൾ പാസ് ഉണ്ടാവുമെന്നാണ് കേട്ടത്. തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ് വരെ 11 ടോൾ പാസ് ഉണ്ടാവുമെന്നാണ് അറിയാൻ പറ്റിയിരുന്നത്. ശരിയാണെന്ന് അറിയത്തില്ല, നമുക്ക് വരുമ്പോൾ കണ്ടറിയാം. എന്തായാലും ടോളാഷ് ചെയ്താൽ നല്ലൊരു എമൗണ്ട് ഉണ്ടാവും ഇതിൽ പോകാൻ നേരത്ത്. അപ്പോൾ എന്തായാലും നമ്മുടെ NH66 ലേറ്റസ്റ്റ് അപ്ഡേറ്റും പിന്നെ പഴയ അപ്ഡേറ്റും എല്ലാം നമ്മുടെ ചാനലുണ്ടാവും. നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ മൊത്തം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. റോഡ് കണ്ടീഷൻ വളരെ മോശമാണ് നമുക്ക് പോകുന്നത്. ചില ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. കണ്ട പൊടിയുണ്ട്. ഇവിടെയൊക്കെ JCB കൊണ്ട് നല്ല കട്ട വർക്കാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് കാരണം മഴ ഇനി നാളെ ഉണ്ടാകത്തില്ല കേട്ടോ. നമ്മുടെ പഴയ ഓർമ്മ കൊണ്ടുള്ള ഒരു ചെറിയൊരു കാഴ്ചകൾ. എൻ്റെ അമ്മോ, ശരിക്കും പണ്ടത്തെ പോകുമ്പോഴത്തേക്കും മാറിപ്പോട്ടെ, നല്ല മാറ്റം വന്നു. നമ്മളിപ്പോൾ റോഡ് പണ്ട് ഉണ്ടാകുന്നില്ല. ആക്ച്വലി ഇവിടെ ഒത്തിരി ബിൽഡിങ്സ് ഉണ്ടായിരുന്നു. പണ്ടുണ്ട NH17 ഇപ്പോൾ നമ്മളിപ്പോൾ ടൗൺ ചെയ്യുന്നത് NH66. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ എടപ്പള്ളി ഭാഗത്തെത്താറായി. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് എത്താൻ പോകുന്നത് നമ്മുടെ കുന്നുംപുറം ജംഗ്ഷനിലേക്കാണ്. കണ്ട ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള വർക്ക് ആകുന്നുണ്ട്. പക്ഷെ പൊടി ആണ് ശല്യം, ഭയങ്കര വില്ലൻ തന്നെയാണ്. എന്തായാലും ഉടനെ തന്നെ ഇത് കംപ്ലീറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എല്ലായിടത്തും പൊളിച്ചിട്ടിട്ടുണ്ട് ഇപ്പം നോക്കി. അങ്ങനെ കാരണം നമ്മൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് തന്നെ വേണ്ട. എന്തായാലും ഇതിൻ്റെ ഇന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമ്മുടെ ചാനലുണ്ടാകും. നിങ്ങളൊന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. എന്തായാലും അടിപൊളി തന്നെ ഉണ്ട്, കാഴ്ചകൾ കാണുന്ന രസവും. പക്ഷെ പൊടിശല്യമാണ് പാട്. അങ്ങനെ നമ്മൾ ഈ കാണുന്ന പഴയ സ്ട്രീറ്റ് ലൈറ്റൊക്കെ അടിച്ച് മാറ്റി ഇനി പുതിയ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ആകും ഈ ഭാഗത്ത്. അപ്പോൾ നമ്മുടെ പുതിയ അപ്ഡേറ്റ് വേണ്ടി നമ്മൾ വരാം. അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആകാറായി.
അപ്പോൾ നമ്മളിത് കുന്നുംപുറം സിഗ്നൽ ഭാഗത്ത് തരട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കുന്നുംപുറം സിഗ്നൽ. ഇവിടെ ഫ്ലൈ ഓവർ കാണും കേട്ടോ, അല്ലെങ്കിൽ പിന്നെ കാര്യം ഉണ്ടാകത്തില്ല. ആക്ച്വലി എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ഇവിടുന്ന് ഫ്ലൈ ഓവർ സ്റ്റാർട്ടായിട്ട് നല്ലൊരു സിഗ്നൽ അപ്പുറം പോയി എൻ്റെ മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പാർട്ടി വിളിച്ച് വൈൻഡപ്പ് ചെയ്യുവാണെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ.